ഒരു പ്രഭാതം കൂടി ദൈവമായ കർത്താവ് നമുക്ക് ദാനമായിട്ട് തന്നിരിക്കുകയാണ്. നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. അവിടുത്തെ പരിശുദ്ധ നാമത്തിന് നമുക്ക് മഹത്വം കൊടുക്കാം. ഇന്നത്തെ പ്രാർത്ഥനാ നിയോഗമായിട്ട് കർത്താവിൻ ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെ ഞങ്ങൾ ദൈവസ്ഥാനത്തിലേക്ക് ഉയർത്തുകയാണ്. കടന്നു പോകുന്ന വഴികൾ ഒരുപക്ഷെ ദുർഘടമായിരിക്കാം, പ്രതികൂലത്തിന് നടുവിലായിരിക്കാം. പക്ഷെ ഒരിക്കലും ദൈവം നമ്മളെ തളർത്തി കളയുകയില്ല. വീണാൽ എഴുന്നേൽപ്പിക്കാൻ കഴിവുള്ള ഒരു സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് വിശ്വസിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, വചനത്തിന്റെ കൊട്ടകെട്ടി വചനത്തിന്റെ വലിയൊരു മാധുര്യം അനുഭവിക്കുവാന് എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ചും ജെറമ്യാ പ്രവാചകൻ പറയുന്നുണ്ട് 15-ാം അധ്യായത്തിൽ 16-ാം തിരുവചനം, ദൈവമേ, അങ്ങയുടെ വചനങ്ങൾ ഞാൻ കണ്ടെത്തിയപ്പോൾ അവ ഞാൻ ഭക്ഷിച്ചു, അവ എനിക്ക് ആനന്ദാവൃതമായി. എൻ്റെ ഹൃദയത്തിന് സന്തോഷവും സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ, ഞാൻ അങ്ങയുടെ നാമമാണല്ലോ വഹിക്കുന്നത്. ദൈവമക്കളെ, വചനത്തിന്റെ കോട്ടകെട്ടി നമ്മെ നമ്മുടെ കുടുംബത്തെയും ദൈവമായ കർത്താവ് സംരക്ഷിക്കും. യേശുനാമത്തിന്റെ ശക്തി നമ്മുടെ കൂടെയുണ്ട്. കാരണം റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൽ 37-ാം തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു. കാരണം മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തിക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയുകയില്ല. മാറ്റമില്ലാത്ത വചനമാണ് പ്രിയപ്പെട്ട മക്കളെ. നമുക്ക് വിശ്വസിക്കാം. കാരണം ഒരുപക്ഷെ നഷ്ടപ്പെടലുകള്, കഷ്ടപ്പാടുകള്, വേദനകള്, ദുഃഖങ്ങള് നമുക്ക് മുന്നിൽ പർവ്വതങ്ങൾ പോലെ, മലകൾ പോലെ ഉണ്ടായിരിക്കാം. പക്ഷെ പെരുവെള്ളത്തിലൂടെ ആയിരിക്കാം നീ കടന്നു പോകുന്നത്. പക്ഷെ ആ ദൈവം നമ്മുടെ പെരുവെള്ളത്തിന്റെ നടുവില് പാതയൊരുക്കും. പത്രോസിന്റെ ജീവിത പടവിലേക്ക് കർത്താവ് കടന്നു വന്നു. ആ നിരാശപ്പെട്ട പത്രോസ് അനുഗ്രഹത്തിന്റെ, അഭിഷേകത്തിന്റെ പത്രോസായിട്ട് മാറുകയാണ്. നമ്മൾ കടന്നു പോകുന്ന വഴികളിൽ ദൈവമായ കർത്താവ് നമുക്ക് താങ്ങാണ്, തണലാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരുന്നവയ്ക്കോ അല്ലെങ്കിൽ ഒരു ശക്തിക്കോ ഉയരത്തിനോ ആഴത്തിനോ ഒരു സൃഷ്ടിക്കോ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന്, വചനത്തിന്റെ ശക്തിയിൽ നിന്ന് നമുക്ക് തകർക്കാൻ പറ്റുകയില്ല. ജെറമ്യാ പ്രവാചകൻ ദൈവത്തിന്റെ വചനം അനുഭവിച്ചറിഞ്ഞപ്പോൾ അത് അനുഗ്രഹമായതുപോലെ നമ്മുടെ കുടുംബത്തിന് കർത്താവിന്റെ വചനം, യേശുനാമത്തിന്റെ ശക്തി ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ എല്ലാ പ്രത്യാശയും നമ്മുടെ ദൈവമാണ്. യേശുനാമത്തിന്റെ ശക്തിയാണ്, വചനത്തിന്റെ കോട്ടയാണ്, പരിശുദ്ധ അമ്മയുടെ വലിയ സംരക്ഷണം, യേശുവിന്റെ വലിയ കൃപാ കടാക്ഷം, പ്രത്യേക കൂട്ടായ്മയുടെ വലിയ അനുഗ്രഹം, പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ നടക്കുന്ന അനുഭവം ഇന്നത്തെ ദിവസം നമുക്ക് ഓരോരുത്തർക്കും അനുഭവിച്ചറിയുവാനുള്ള കൃപ, ആ വലിയൊരു അനുഭവം ദൈവമായ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മൾ കടന്നു പോകുന്ന വഴികളിൽ, കണ്ടുമുട്ടുന്ന സാഹചര്യങ്ങളിൽ, ഏറ്റുമുട്ടേണ്ടി വരുന്ന ഓരോ കാര്യങ്ങള് ദൈവമേ അവിടുത്തെ ശക്തിയുടെ അനുഗ്രഹത്താല്, വചനത്തിന്റെ കൊട്ടുകെട്ടി എല്ലാം അഭിഷേകപൂർണ്ണമാക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദിവസം നമുക്ക് ഓരോരുത്തർക്കും ദൈവമായ കർത്താവ് പ്രദാനം ചെയ്യട്ടെ.